നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ചേർപ്പ് തൃപ്രയാർ റോഡിലെ ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം. പകൽ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. രാത്രി വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ചേർപ്പ് തൃപ്രയാർ റോഡിലെ ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. 5,30,00,000 രൂപ ചെലവഴിച്ചാണ് ചിറക്കൽ പാലം നിർമ്മാണം നടത്തുന്നത്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലായ പാലത്തിന് പകരമായി പുതിയ പാലമാണ് നിർമ്മിക്കുന്നത്. സമയബന്ധിതമായി പാലം നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. തൃപ്രയാർ ചേർപ്പ് റോഡിലെ പാലം എന്ന നിലയിൽ ഇതിൻ്റെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കിയാൽ അത് ടൂറിസം മേഖലയ്ക്കുൾപ്പെടെ ഗുണകരമായി മാറും. നാട്ടിക നിയോജക മണ്ഡലത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വളരെ വലിയ മുന്നേറ്റം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 2021 മെയ് 20 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കുവാൻ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നു. ഭരണാനുമതി കിട്ടിയ പാലങ്ങൾക്ക് പെട്ടെന്ന് സാങ്കേതിക അനുമതി നൽകുക, സാങ്കേതിക അനുമതി ലഭ്യമായവയെ ടെൻഡർ സ്റ്റേജിലെത്തിക്കുക, പ്രവൃത്തി ആരംഭിച്ചവ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം തടസ്സം നേരിടുന്നെങ്കിൽ ആ തടസ്സം മാറ്റുക, സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തീകരിക്കുക എന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംവിധാനം വന്നത്. എണ്ണയിട്ട യന്ത്രം പോലെ ഈ സംവിധാനം മുന്നോട്ട് പോയി. 5 വർഷത്തിനുള്ളിൽ 100-ൽ കുറയാത്ത പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ലക്ഷ്യം. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ നഗരത്തെയും കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയെയും എറണാകുളം ഗുരുവായൂർ ദേശീയപാതയെയും ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന ചേർപ്പ് തൃപ്രയാർ പാതയിലാണ് ചിറക്കൽ പാലം സ്ഥിതി ചെയ്യുന്നത്. കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലുള്ള പാലം പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി 5,30,00,000 രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത്. ഉദ്ഘാടനം നടത്താൻ മന്ത്രിമാരെ കിട്ടാത്തത് കൊണ്ടാണ് നടക്കാറ്. വലിയ പരാതികൾ നമ്മുടെ ബെസോണേഷൻ്റെ ആൾക്കാരൊക്കെ കൂടി വലിയ ചർച്ചകളായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കല്ലുമ്മ പേര് വരണം, അത് ഉദ്ഘാടനം ചെയ്യാനുള്ള പരിപാടിയൊന്നും നമ്മുടെ മനസ്സിലില്ല. ഞാൻ ബെസോണേഷനോട് പറഞ്ഞു, നമ്മൾ പേടിക്കേണ്ട, ആ തടസ്സം വെച്ചിട്ടുള്ള സാധനം എടുത്ത് കഴിഞ്ഞ് വണ്ടി ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനി കനാൽ പാലമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനം ഇന്നൊരു ദിവസം ആഘോഷിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധികളുണ്ടെങ്കിൽ പോലും നമ്മുടെ സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടലിൻ്റെ ഫലമായി ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിൻ്റെ ഫലമായൊക്കെ നമുക്ക് പല മേഖലയിലും ചെയ്തു തീർക്കേണ്ട ചില വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഇവിടെ ചിറക്കൽ പാലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിക്കുന്നു. നമ്മുടെ മണ്ഡലത്തിലാണെങ്കിൽ ഇനിയും 3 പാലത്തിൻ്റെ പണിയും കൂടി നടപ്പിക്കാനുണ്ട്. ഒന്ന് തൃപ്രയാർ പാലം, അതിൻ്റെ മണ്ണ് പരിശോധന കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. അതുപോലെ കടലോരമായി തീരദേശമായി ബന്ധപ്പെട്ട പാലം ഉണ്ട്, അതിൻ്റെ പണി അത് ക്ലിയറായി കഴിഞ്ഞാൽ ആവശ്യമായി നടപടി സ്വീകരിക്കും. അതുപോലെ തലക്കുളത്ത് കാലാനി പാലം എന്ന് പറയുന്ന ഒരു പാലം വടാനപ്പള്ളിയും നമ്മുടെ മണ്ഡലമായി ബന്ധിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തോടെ പണി കഴിഞ്ഞാൽ പാലങ്ങളുടെ പ്രവർത്തനം അത് ഇപ്പോൾ അടുത്തോട് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ചിറക്കൽ പാലത്തിൻ്റെ ചില കഥകൾ 20.80 മീറ്റർ നീളവും ഇരുഭാഗങ്ങളിലും 1.50 മീറ്റർ വീതിയിലുമുള്ള നടപ്പാതയുമായാണ് പുതിയ പാലം സജ്ജമാകുന്നത്. 7.50 മീറ്റർ ക്യാരേജ് വീതി ഉൾപ്പെടെ 11 മീറ്റർ വീതിയിലുമാണ് പൊതുമരാമത്ത് വിഭാഗം രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പാലത്തിന്റെ ഇരുവശത്തുമുള്ള അപ്രോച്ച് റോഡുകളുടെ ഇന്റർലോക്ക് പ്രവൃത്തിയും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS നജീബ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ NN ജോഷി, MK ഷൺമുഖൻ, KV ഇന്ദുലാൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NG ജയരാജ്, AB ജയപ്രകാശ്, ഷാജി കളരിക്കൽ, ഇസ്മായിൽ മാസ്റ്റർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപാവിഷൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷനായി. BRC, CRCC KR രമ്യ പദ്ധതി വിശദീകരണം നടത്തി. PTA പ്രസിഡന്റ് VH ഹുസൈൻ, VV ധീരജ്, MS അലക്സി, KR ലിജി, VHSC പ്രിൻസിപ്പൽ DS മനു, സീനിയർ അധ്യാപിക CB നന്ദിനി എന്നിവർ സംസാരിച്ചു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. പള്ളിയുണർത്തൽ, വിവിധ അഭിഷേകങ്ങൾ, ഉഷപൂജ, തുടർന്ന് ശിവപാർവതി പൂരം കമ്മിറ്റി വള്ളിശ്ശേരി തെക്കുമുറി കിഴക്ക് വിഭാഗങ്ങളുടെ തിടമ്പ് എഴുന്നള്ളിച്ചു. വിവിധ സംഘങ്ങളുടെ കാവടിയാട്ടവും ഉണ്ടായിരുന്നു. വൈകിട്ട് ദ്വാരക കലാസമിതിയുടെ തെയ്യം, വള്ളിശ്ശേരി തെക്കുമുറി കിഴക്കേ വിഭാഗം ശിവപാർവതി പൂരകമ്മിറ്റിയുടെ പൂരസമാപനം, ദീപാരാധന, തുടർന്ന് ശയന പ്രദക്ഷിണം, രാത്രി വിവിധ സംഘടനകളുടെ കാവടിയാട്ടവും ഉണ്ടായിരിക്കും. പെരുവന മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം. പകൽ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. പുലർച്ചെ വിശേഷാൽ നിറമാല, ശിവസ്തുതി, ചതുശതം, തിരുവാതിരക്കളി എന്നിവ നടന്നു. വൈകിട്ട് അക്ഷരശ്ലോകം, ഭഗവത്ഗീത, ശ്ലോകാഞ്ജലി തുടങ്ങിയവയും ഉണ്ടായിരുന്നു. രാത്രി വിപുലമായ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. അവണിശ്ശേരി, ചേർപ്പ് മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങളിലും തൊഴിലിടങ്ങളിലും LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ സന്ദർശനം നടത്തി. സ്നേഹനിർഭരമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. വൈകിട്ടോടെ പാലക്കൽ പള്ളി വികാരിയെ സന്ദർശിച്ചായിരുന്നു ആരംഭം. തുടർന്ന് ചില പഴയകാല പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ചു. അവണിശ്ശേരി ഖാദി വ്യവസായ കേന്ദ്രത്തിലെ ജീവനക്കാരും തൊഴിലാളികളും സന്തോഷത്തോടെയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. തൊഴിലാളികൾ സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് സെൽഫി എടുത്തു. കവി മുല്ലനേഴിയുടെ വീട്ടിലെ സന്ദർശനത്തിന് ശേഷം ചൊവ്വൂർ കന്യാസ്ത്രീ മഠത്തിലെത്തിയപ്പോൾ അല്പം തണുത്ത വെള്ളം കുടിച്ചിട്ട് പോയാൽ മതിയെന്നായി കന്യാസ്ത്രീകൾ. പിന്നീട് അവണിശ്ശേരി ദീപം നഗറിലെത്തിയും വോട്ട് അഭ്യർത്ഥിച്ചു. ചൊവ്വൂർ, പെരിഞ്ചേരി പള്ളികളിലെ വികാരിമാരെയും സുനിൽകുമാർ സന്ദർശിച്ചു. CPM നാട്ടിക മണ്ഡലം സെക്രട്ടറി PR വർഗീസ്, LDF നാട്ടിക മണ്ഡലം കൺവീനർ KM ജയദേവൻ, CC മുകുന്ദൻ MLA, CPM ഏരിയ സെക്രട്ടറി AS ദിനകരൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KP സന്ദീപ്, ഷീല വിജയകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി എന്നിവരും സുനിൽകുമാറിനൊപ്പം ഉണ്ടായിരുന്നു. ചേനം തരിശുപടവ് റോഡിൽ വഴിവിളക്ക് പൂർത്തീകരണം നടന്നു. ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് നിർവഹിച്ചു. വിഷയം എന്ന് പറഞ്ഞത് നമ്മുടെ 2022-23 സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിലാണ് നമ്മൾ ഈ ഫണ്ട് വെച്ചിരുന്നത്. ആ ഫണ്ട് വയ്ക്കാൻ കാരണം നമ്മൾ പാർലം പഞ്ചായത്തിൽ ഈ ആശിച്ച് പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ളത്തിനും ലൈറ്റിനും മുൻഗണന നൽകിക്കൊണ്ടാണ് നമ്മൾ ഇത് ആലോചിക്കാനുള്ള കാരണം. അതിൽ ആലോചിച്ചപ്പോൾ നമ്മുടെ പാർലം പഞ്ചായത്തിലെ നമ്മുടെ ചേനം ഈ പ്രദേശവും അതുപോലെ തന്നെ നമ്മുടെ ശാസ്താംകടവ്, നമ്മുടെ മറ്റേ അരിമ്പൂര് പഞ്ചായത്തിൽ കിടക്കണ ആ ഭാഗം കുറച്ച് ഏരിയ ഇതേപോലെ ഉണ്ട്. അതുപോലെ 2-3 ഭാഗം ആശേച്ചിയുടെ കുറച്ച് ഭാഗം, ജെയിംസ് മാഷ വാർഡിൻ്റെ കുറച്ച് ഭാഗം, അങ്ങനെ 2-3-4 സ്ഥലങ്ങൾ ഇങ്ങനെ ഇരുട്ടിൽ കിടക്കുന്ന ഒരു ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ആലോചിച്ചപ്പോൾ തോന്നി അതൊരു പ്രോജക്റ്റായി നടപ്പിലാക്കിയാൽ നമ്മുടെ ഈ പാർലം പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തീർന്നു കിട്ടും എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ പ്ലാൻ തയ്യാറാക്കിയത്. 2023-24 ഈ ഫണ്ട് വെച്ചിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കാൻ KSEBിൽ കൊടുത്തു. എസ്റ്റിമേറ്റ് തന്നപ്പോൾ നമുക്ക് വൈകി. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,99,500 രൂപ വകയിരുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. ഈ പദ്ധതി നിർവഹണത്തിലൂടെ ചേനം ഗ്രാമവാസികളുടെ ഏറെക്കാലത്തെ ചിരകാല അഭിലാഷമാണ് സാർത്ഥകമായത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. വളരെ വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ വഴിവിളക്കുകൾ തെളിഞ്ഞു വന്നിട്ടുള്ളത്. ഞങ്ങൾ ഭരണത്തിൽ വന്ന സമയം മുതൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളത്തിനും വെളിച്ചത്തിനും എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് പ്രാധാന്യം നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ആ സമയത്ത് തന്നെ നമ്മുടെ മെമ്പർ, നിങ്ങളുടെ സുബിത സുഭാഷ് അന്ന് വാർഡ് മെമ്പർ എന്ന സമയത്തും അതിനുശേഷം പ്രസിഡൻ്റായ സമയത്തും ഈ പ്രദേശത്ത് വഴിവിളക്കുകൾ എത്തിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് മാസ്റ്റർ, ചേനം പരശുപടവ് പാടശേഖര സമിതി പ്രസിഡന്റ് പി ബിജു, പി ഷാജൻ, അമ്പിളി പ്രദീപ്, ജ്യോതി ബാസു, ചേർപ്പ് KCBAE എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിനെതിരെ ജനദ്രോഹ നയങ്ങൾ ആരോപിച്ച് കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ധർണ കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് ഇരുട്ടടി നൽകിയെന്ന് രവി പോലുവളപ്പിൽ പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി വെയിലത്തും മഴയത്തും ചോരനീരാക്കി പണിയെടുക്കുന്ന കർഷകൻ. ആ കർഷകനാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത്. ആ കർഷകനാണ് നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ല്. ആ കർഷകനാണ് നമ്മുടെ എല്ലാം അന്നദാതാക്കൾ. അവരെ ദ്രോഹിക്കുന്ന ഒരു ഭരണമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കർഷകരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതിന് വേണ്ടി പ്രക്ഷോഭ സമരങ്ങൾ നടത്തുന്ന സംഘടനയാണ് കർഷക കോൺഗ്രസ്. കർഷക കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് ജെൻസൺ വലപ്പാട് അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ് മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ER രഞ്ജൻ, കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലാ സെക്രട്ടറി TM ഉണ്ണികൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു കുന്നുങ്ങൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രവീൺ രവീന്ദ്രൻ, നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി KV വിജയൻ, മഹിളാ കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് മേജി തോമസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഗീത രാമദാസ്, നളിനി പീലാക്കി പറമ്പിൽ, CK ഉല്ലാസ്, അനിത പ്രദീപ് കുമാർ, ശരത് കുമാർ, അനിൽ കരുവത്തി, നൌഷാദ് ഇബ്രാഹിം, ബിജു കരിപ്പാടത്ത്, മഞ്ജു ബാബു എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര ദേവസ്ഥാന മഠാധിപതിയായ സ്വർഗീയ ദാമോദര സ്വാമിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ദേവസ്ഥാനം സംഗീത മണ്ഡപത്തിൽ 100 ദിവസം തുടർച്ചയായി ദേവസ്ഥാനം ഭാരതീയ നൃത്തോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച മുതൽ ജൂൺ 16 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുക. ജൂൺ 9 രാവിലെ 9:30 പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ് ഉദ്ഘാടനം ചെയ്യും. ദേവസ്ഥാന മഠാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ജൂൺ 16 ഭരതനാട്യം നർത്തകി പത്മഭൂഷൺ ചിത്ര വിശ്വേശ്വരന് ദേവസ്ഥാനം നാട്യമയൂരി പുരസ്കാരം നൽകി ആദരിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എല്ലാ നൃത്തരൂപങ്ങളും 100 ദിവസത്തെ ഈ നൃത്തോത്സവത്തിൽ പെരിങ്ങോട്ട് ദേവസ്ഥാനത്തിൻ്റെ വേദിയിൽ അരങ്ങേറും. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഒഡീസി, സത്രിയ, കഥക്, മണിപ്പൂരി, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, കഥകളി, യക്ഷഗാനം, നമ്മുടെ കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായ തിരുവാതിരകളിയോടെ പെരിങ്ങോട്ടൂർ ദേവസ്ഥാനത്തിൻ്റെ തിരുവരങ്ങിൽ 100 ദിവസമായിട്ട് അരങ്ങേറും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നൃത്തോത്സവം എന്ന ഒരു ബഹുമതിക്ക് വേണ്ടി യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം നമ്മുടെ ഈ ഒരു നൃത്തോത്സവത്തെ അവരുടെ ചാർട്ടിലേക്ക് ഉൾപ്പെടുത്തി. വാർത്താസമ്മേളനത്തിൽ ദേവസ്ഥാനം ട്രസ്റ്റി അഡ്വക്കേറ്റ് KV പ്രവീൺ, PRO KG ഹരിദാസ്, കലാപീഠം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ MB സന്തോഷ്, പ്രിൻസിപ്പൽ ഡോക്ടർ JP ശർമ്മ, ഉപദേശക സമിതി അംഗം K ദിനേശ് രാജ എന്നിവർ പങ്കെടുത്തു. അമ്മാടം അടമ്പുകുളം 92 വയസ്സുള്ള മേരിയും മക്കളും അവരുടെ മക്കളും മക്കളുടെ മക്കളും കൂടിയാൽ 5 തലമുറകളുടെ സംഗമമാണ്. അമ്മാടം അടമ്പുകുളം അന്തോണിയുടെയും ത്രേസ്യയുടെയും മകളാണ് മേരി. 3 മാസം പ്രായമായ ഫൗസ്റ്റീനയും 1 വയസ്സായ എലീസ ജെയിനുമാണ് 5ാം തലമുറയിൽപ്പെട്ടവർ. ഇതിൽ എലീസയെ മടിയിലിരുത്തി ലാളിക്കാനായി. 1 മാസത്തിനു ശേഷം വീട്ടിലെത്തുന്ന ഫൗസ്റ്റീനയെ കാണാനുള്ള ആഗ്രഹത്തിലാണ് ഈ മുതുമുത്തശ്ശി. മേരിയുടെ ഭർത്താവ് അരിമ്പൂർ പൊന്മാണി ലോന 66 കൊല്ലം മുൻപ് മരിച്ചു. അന്ന് മേരിക്ക് 27 വയസ്സായിരുന്നു. സ്വന്തമായി അധ്വാനിച്ച് കൃഷി ചെയ്ത് മക്കളെ വളർത്തി. മേരിക്ക് 2 പെണ്ണും 1 ആണുമായി 3 മക്കളാണ്. മൂത്ത മകൾ റോസിയും രണ്ടാമത്തെ മകൾ കൊച്ചു ത്രേസ്യയും. റോസിയുടെ 4 മക്കളിൽ മൂത്ത മകളാണ് സൂസി. സൂസിയുടെ മകളാണ് സ്മിജി. ഇവരുടെ മകളാണ് എലീസ ജെയിൻ. കൊച്ചു ത്രേസ്യയുടെ മകളായ ലിംസിയുടെ മകളാണ് അലീന. അലീനയുടെ മകളാണ് 5ാം തലമുറക്കാരി ഫൗസ്റ്റീന. നവതി നന്നായി ആഘോഷിച്ചു. അന്ന് 4 തലമുറകളുടെ സംഗമമായിരുന്നു. 1 കൊല്ലം മുൻപ് മേരിയുടെ 91ാം പിറന്നാൾ ദിനത്തിൽ എല്ലാവരും ഒത്തുകൂടി.
അന്ന് എലീസ കൈക്കുഞ്ഞായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു 92ാം പിറന്നാൾ. കേക്ക് മുറിച്ച ചെറിയ ആഘോഷവും ഉണ്ടായിരുന്നു. ശിവരാത്രി ആഘോഷ തിരക്കിനിടയിലും കടലാമ മുട്ടകൾ വിരിഞ്ഞിറങ്ങാൻ കാവലായി വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ. വലപ്പാട് ബീച്ചിൽ ഏതാനും ദിവസം മുൻപാണ് കടലാമ മുട്ടയിട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ബീച്ചിൽ വല നന്നാക്കുന്നതിനിടയിലാണ് കടലാമ കരയിലേക്ക് വരുന്നത് മത്സ്യത്തൊഴിലാളികൾ കാണുന്നത്. മണൽ വകഞ്ഞു മാറ്റിയ കടലാമ 1 മണിക്കൂറിനു ശേഷം തിരികെ കടലിലേക്ക് പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ കണ്ടു. മുട്ടയിടാൻ എത്തിയതാണെന്ന് അറിഞ്ഞതോടെ തമ്പുരാട്ടി വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ ഇതിനു ചുറ്റുമായി വലയും മറ്റും വിരിച്ച് സംരക്ഷണം തീർത്തു. അരവീട്ടിൽ അഭിലാഷ്, സുബിൻ കോഴിശ്ശേരി, ഗോപാലകൃഷ്ണൻ വിക്രംചേരി, വിപിൻ ഏറൻ കിഴക്കേത്ത് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ രാവും പകലുമായി കടലാമ മുട്ടകൾക്ക് സംരക്ഷണം തീർത്ത് കാത്തിരിക്കുകയാണ്. നമ്മൾ തമ്പുരാട്ടി വഞ്ചിരിക്കണതിൻ്റെ വടക്കേ വരികയിൽ വന്നത് മുട്ടയിട്ട് അത് കുറച്ച് കിഴക്കോട്ട് കിടന്നിട്ട് പിന്നെ പടിഞ്ഞിട്ട് കിടന്നു പോയി. അപ്പോൾ ഞങ്ങൾ ആ മുട്ട ഇവിടെ സൂക്ഷിച്ച് അത് വിരിയിച്ച് വിടണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു 10-30 ദിവസത്തോളം താഴെയായിട്ടുണ്ട്. ഒരു 42 ദിവസം 52 ദിവസമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചാനലിലൊക്കെ നോക്കിയപ്പോൾ 52 ദിവസമാണ് മുട്ട വളർന്നു പോകണ 52 ദിവസമാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ കാത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ വലപ്പാട് ബീച്ചിൽ. 52 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞിറങ്ങുന്ന കടലാമ കുഞ്ഞുങ്ങളെ തിരികെ കടലിലേക്ക് തിരിച്ചുവിടുകയെന്ന അതീവ ജാഗ്രതയിലുമാണ് വലപ്പാട് ബീച്ചിലെ മത്സ്യത്തൊഴിലാളികൾ. അമ്മാടം പള്ളിപ്പുറം ആലപ്പാട്ട് വറീദ് നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6025 രൂപ, പവന് 48,200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചേർപ്പ് തൃപ്രയാർ റോഡിലെ ചിറക്കൽ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ആനക്കല്ല് തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. പെരുവനം മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം. പകൽ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കാളികളായി. രാത്രി വിപുലമായ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.